സോ ഫസ്റ്റ് ക്ലാസ്സിൽ ഹസാർഡ് എന്താണ് റിസ്ക്, എന്താണ് സേഫ്റ്റി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഹസാർഡ് കാറ്റഗറീസിലോട്ട് വരാം. ഓക്കെ, അതായത് മെയിൻലി ഹസാർഡ് കാറ്റഗറീസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊജക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആസ് പെർ ദ നെബോഷ് സിലബസ്, ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള നെബോഷ് സിലബസ് അനുസരിച്ച് ഹസാർഡ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ 21 ഹസാർഡ് കാറ്റഗറീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, എന്നാലും ഈ 21 ഹസാർഡ് കാറ്റഗറീസ് ഉണ്ടെങ്കിലും അതിൽ 10 മാത്രം, 10 ഹസാർഡ്സ് മാത്രം നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാലും നിങ്ങൾ എല്ലാ ഹസാർഡ് കാറ്റഗറീസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇത് മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് ജോബ് ചെയ്യുമ്പോൾ എല്ലാ ഹസാർഡ്സും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രൊജക്ട് ചെയ്യുന്ന നെബോഷ് പ്രൊജക്ട് അല്ല ഇതിന്റെ എൻഡ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഈ ഹസാർഡ്സ് മനസ്സിലാക്കണം. ഹസാർഡ്സ് എന്താണ്, ഓരോ ഹസാർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം ഞാൻ ടെക്നിക്കൽ ആയിട്ടുള്ള മീൻസ് കുറച്ചുകൂടി മീൻസ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഹസാർഡ് കാറ്റഗറീസിലോട്ട് പോകുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഹസാർഡ് കാറ്റഗറീസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കും കൂടി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹസാർഡ് കാറ്റഗറീസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹസാർഡ് കാറ്റഗറീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് മീൻസ് ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മീൻസ് നിങ്ങളുടെ ഫോണിലെ നോട്ട് പാഡ് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക്, അതിൽ ഓരോ ഹസാർഡ് കാറ്റഗറീസിനെ പറ്റി പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ മീൻസ് ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഹസാർഡ് കാറ്റഗറീസ് ആണ്. നാളെ നമുക്ക് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഹസാർഡ്സ് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 21 ഹസാർഡ് കാറ്റഗറീസിൽ നമുക്ക് എല്ലാ വർക്ക് പ്ലേസിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഹസാർഡ്സ്, ഈ ഹസാർഡ്സ് ആണ് നമുക്ക് പ്രൊജക്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ളത്. പ്രൊജക്റ്റിൽ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ഹസാർഡ്സ് ഒരു 10 നമുക്ക് കണ്ടുപിടിച്ച് അതിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഈ ഹസാർഡ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, ഇതിന് എന്തൊക്കെ കൺട്രോൾസ് കൊടുക്കാം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഹസാർഡ് എന്തായിരുന്നു? സംതിങ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം, അല്ലേ? ഓക്കെ, ഹാം ഉണ്ടാക്കുന്ന എന്തിനേയും നമുക്ക് ഹസാർഡ് എന്ന് പറയാം. അതിപ്പോ ഒരാൾ ഓവർ സ്പീഡിൽ പോകുന്നതാവാം, റോഡിലെ കുഴി ഒരു ഹസാർഡാണ്, അല്ലെ? മീൻസ് അല്ലെങ്കിൽ നമുക്ക് പറയാം വെറ്റ് ഫ്ലോർ, അല്ലെങ്കിൽ കേബിൾസ് ഫ്ലോറിൽ കിടക്കുന്നത്, ഇതൊക്കെ ഹസാർഡാണ്. അല്ലെങ്കിൽ ഇൻസുലേഷൻ പോയ ഒരു കേബിൾ ഹസാർഡാണ്. സിമെന്റിന്റെ ഡസ്റ്റ് അല്ലെങ്കിൽ വുഡിന്റെ ഡസ്റ്റ്, മരത്തിന്റെ പൊടി വരെ ഹസാർഡാണ്. അത് ലങ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. മനസ്സിലായി? അപ്പൊ നമുക്ക് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വരെ പലതരത്തിലുള്ള ഹസാർഡ്സ് ഉണ്ട്, അല്ലെ? അപ്പോ നെബോഷ് കാറ്റഗറീസ് അനുസരിച്ചിട്ടുള്ള ഓരോ ഹസാർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോ ഇതിപ്പോ ഞാൻ നെബോഷിന്റെ ക്ലാസ്സിലേക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കൂടി, നിങ്ങൾ സേഫ്റ്റി പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് നോളജ് വേണം, അല്ലെ? അപ്പൊ അതുകൂടി നമ്മൾ കണക്കിലെടുത്താണ് ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹസാർഡ് കാറ്റഗറിന്ന് തുടങ്ങാം. ദാറ്റ് ഈസ് സ്ലിപ്പ് ആൻഡ് ട്രിപ്പ്. ഓക്കെ, ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? സ്ലിപ്പ് ആൻഡ് ട്രിപ്പ്. ഓക്കെ, അതാണ് നമ്മുടെ കാറ്റഗറിയുടെ പേര്. ഓക്കെ, ഈ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഹസാർഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ സ്ലിപ്പ് ഹസാർഡ് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ? ഏതൊക്കെയാണ് സ്ലിപ്പ് ഹസാർഡ്സ്? ഹലോ, സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉള്ള ഹസാർഡ്സ് ഏതൊക്കെയാണ് വർക്ക് പ്ലേസിൽ? ഏതെങ്കിലും ഉണ്ടോ? വെറ്റ് ഫ്ലോർ ഉണ്ട്, പിന്നെ ഓയിൽ, അല്ലെ? ഓയിൽ എന്തെങ്കിലും സ്പില്ലേജ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സ്ലിപ്പ് ഹസാർഡ്സ് എന്ന് പറയാം, അല്ലെ? നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഐസി ഫ്ലോർ ആണെങ്കിൽ നമുക്കത് പറയാം, അല്ലെ? അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ചില ഫ്ലോർ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോർ ഉണ്ടാവും, അല്ലെ? ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് സ്ലിപ്പ് ഹസാർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹസാർഡ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു സേഫ്റ്റി ഓഫീസറിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒബ്സർവേഷൻ സ്കില്ലാണ്. ഓക്കെ, നിങ്ങൾ സേഫ്റ്റി ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് പ്ലേസിൽ എവിടെയൊക്കെയാണ് ഹസാർഡ്സ് ഉള്ളത്, ഏതൊക്കെയാണ് ഹസാർഡ്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അവിടെ ആക്സിഡന്റ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു കമ്പനിയിൽ, നമ്മുടെ UAE-ലുള്ള ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല, അവിടെ കറക്റ്റ് റൂൾസും കറക്റ്റ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ വർക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് മീൻസ് പെർമിറ്റ് ഒന്നും ഇല്ലാതെ, പെർമിറ്റ് ഒക്കെ നമ്മൾ പഠിക്കും, പെർമിറ്റ് എടുക്കാതെ, പ്രോപ്പർ പ്രിക്കോഷൻസ് എടുക്കാതെ, PPE യൂസ് ചെയ്യാതെ ഒരു വർക്കർ ഹൈറ്റിൽ വർക്ക് ചെയ്തു. ഓക്കെ, അത് നൈറ്റ് ടൈമിലാണ്. നൈറ്റ് ടൈമിൽ ആ വർക്ക് ചെയ്യാനേ പാടില്ല,
അത് ഹൈ റിസ്ക് ആക്ടിവിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും സേഫ്റ്റി സൂപ്പർവിഷനോ ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്തു. അയാള് മീൻസ് താഴെ വീണ് മരിച്ചു. ഓക്കെ, ഞാനത് ഇത്ര സിമ്പിൾ ആയിട്ട് പറയല്ല, അത്രയും എന്താ സേഫ്റ്റി പ്രൊവിഷൻസ് ഇത്രയും ചെയ്യണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഡ്നോക് പ്രൊജക്റ്റിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ്. മനസ്സിലായോ? അഡ്നോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത്രയും സേഫ്റ്റി നോക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ട് പോലും എന്താണ് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, അതായത് സേഫ്റ്റി പ്രോട്ടോകോൾസ്, കൺട്രോൾ മെഷേഴ്സ് ഒന്നും ആ വർക്ക് അറ്റ് ഹൈറ്റ് ആക്ടിവിറ്റിക്ക് അവരെടുത്തില്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വർക്കർ താഴെ വീണ് മരിച്ചു. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നു അങ്ങനെയല്ല, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് ജസ്റ്റ് പറഞ്ഞു പോകുന്ന ഈ കൺട്രോൾ മെഷർ അല്ലെങ്കിൽ ഹസാർഡ്സ് ഇതെല്ലാം വർക്ക് പ്ലേസിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ഓക്കെ, നമ്മളപ്പോ ഒരു കാര്യം അവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ഡെത്തോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡിസീസോ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ പല വർക്ക് പ്ലേസിലും ഈ കൺട്രോൾ മെഷേഴ്സ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ ഈ ലീഗൽ കൺസേൺസ് ഉള്ളതുകൊണ്ടും പലതരത്തിലുള്ള മീൻസ് മോറൽ ഫൈനാൻഷ്യൽ ലീഗൽ റീസൺസ് ഉള്ളതുകൊണ്ടൊക്കെ മീൻസ് അത്യാവശ്യം നല്ല കമ്പനീസ് എല്ലാം ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൺട്രോൾ മെഷർ ഒക്കെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. ഈ ഹസാർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? സ്ലിപ്പ് ഹസാർഡ്. സ്ലിപ്പ് ഹസാർഡ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഓയിൽ സ്പില്ലേജ് ഓൺ ദ ഫ്ലോർ അല്ലെങ്കിൽ ഗ്രീസ് സ്പില്ലേജ് ഓൺ ദ ഫ്ലോർ, എനി കൈൻഡ് ഓഫ് എന്താ ലിക്വിഡ് സ്പില്ലേജ് ഓൺ ദ ഫ്ലോർ, സോൾവെന്റ് സ്പില്ലേജ് അല്ലെ, ഇതിന്റെയൊക്കെ സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തെന്നി വീഴും, സ്മൂത്ത് ഫ്ലോർ ആവാം, ഐസി ഫ്ലോർ ആവാം, ഇതൊക്കെ നമുക്ക് സ്ലിപ്പ് ഹസാർഡ് ആയിട്ട് പറയാം. അല്ലെ? ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇനി അടുത്തത് ട്രിപ്പ് ഹസാർഡ്. എന്താണ് ട്രിപ്പ് ഹസാർഡ്? നിങ്ങൾ ചിലപ്പോൾ അത് പേരിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ട്രിപ്പ് ഹസാർഡ് മീൻസ് എനി ഹസാർഡ് മീൻസ് എനി ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓൺ ദ ഫ്ലോർ അല്ലെങ്കിൽ ട്രയൽഡ് കേബിൾ ഓൺ ദ ഫ്ലോർ അല്ലെങ്കിൽ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഓൺ ദ ഫ്ലോർ. ഇപ്പൊ നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ ഇപ്പോ കേബിള് അല്ലെങ്കിൽ കാർപ്പറ്റ് തന്നെ ഒന്ന് ചുളുങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് നടന്നു പോകുമ്പോൾ തട്ടി വീഴും അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാപ്സ്, എന്തെങ്കിലും മെറ്റീരിയൽസ് ആവാം, അൺവാണ്ടഡ് മെറ്റീരിയൽസ് ആവാം, ബ്രിക്സ് ആവാം അല്ലെ, എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളോ ചെറിയ മെറ്റീരിയൽസോ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ, വഴിയിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോണിൽ സംസാരിച്ചോണ്ട് പോയിരിക്കും, തട്ടി വീഴും അല്ലെ? അപ്പൊ സ്റ്റെപ്പിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ തട്ടി വീഴാറുണ്ട് അല്ലെ? അപ്പൊ തട്ടി വീഴുന്ന എന്നുള്ളതാണ് ട്രിപ്പ് ഹസാർഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ സ്ലിപ്പും ട്രിപ്പും എല്ലാവർക്കും ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഹലോ, ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ഹസാർഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മീൻസ് ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. അപ്പൊ സ്ലിപ്പും ട്രിപ്പും. സ്ലിപ്പ് എന്ന് പറയുമ്പോൾ എനി കൈൻഡ് ഓഫ് സ്പില്ലേജസ്, ലിക്വിഡ് മീൻസ് വെറ്റ് ഫ്ലോർ, ഇതെല്ലാം നമുക്ക് ഹസാർഡ് ആയിട്ട് പറയാം. പിന്നെ ഒരു കാര്യം, നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഗൂഗിളിൽ നിന്ന് എടുത്തതോ നമ്മൾ ഊഹിച്ചെഴുതുന്നതോ ഒന്നും പറ്റില്ല. ഒരു വർക്ക് പ്ലേസിൽ കണ്ട കാര്യം ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഒരു 1 ലൈനിൽ എഴുതിയാൽ മതി. പക്ഷെ അത് നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കി ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലുള്ള ഒരു ലൈൻ എടുത്ത് എഴുതും. അപ്പൊ തന്നെ മനസ്സിലാവും. ഇപ്പൊ അവർക്ക് AI ഡിറ്റക്ടർ ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല. ഒരു വർക്ക് പ്ലേസ് ബേസ് ചെയ്ത വർക്ക് പ്ലേസിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ലിപ്പ് ഹസാർഡേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ട്രിപ്പ് ഹസാർഡ് മനസ്സിലായല്ലോ. എനി കൈൻഡ് ഓഫ് കേബിൾസ് ഓൺ ദ ഫ്ലോർ, മെറ്റീരിയൽസ് ഓൺ ദ ഫ്ലോർ, ബ്രിക്സ് ഓൺ ദ ഫ്ലോർ അല്ലെങ്കിൽ റിങ്കിൾഡ് കാർപ്പറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? ട്രിപ്പ് ഹസാർഡ്സ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കോൺസിക്വൻസ്, ഇതിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഹൗ ദ വർക്കേഴ്സ് മൈറ്റ് ബി ഹാംഡ് ബൈ ദ സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് ഹസാർഡ്. എങ്ങനെയൊക്കെ അവർ ഹാംഡ് ആവാൻ ചാൻസസ് ഉണ്ട്? അതായത് സ്ലിപ്പ് ട്രിപ്പ് ഹസാർഡ്സ് ഉണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള വർക്കേഴ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ലേ? fall down, injury, ആ, even fatalities. ഫെറ്റാലിറ്റീസും അത് Even മീൻസ് work ഒരു at height വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. also in edge area work, edge area. ഓക്കെ, നമുക്കിപ്പോ ആദ്യം സിംപ്ലസ്റ്റിക് സീനിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവുന്നത് ഫോൾ ആണ് അല്ലെ? ഫോൾ ചെയ്ത് അവിടെ ഹെഡ് ഇഞ്ചുറി ഓർ സ്ട്രെയിൻസ്, കയ്യിൽ ഉളുക്ക് അല്ലെ, അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്ട്രെയിൻ ആൻഡ് സ്ട്രെയിൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ, ഫ്രാക്ചർ ഉണ്ടാവും അല്ലെ? ഫ്രാക്ചർ, ഹെഡ് ഇഞ്ചുറി, ഇതൊക്കെയാണ് ആദ്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. മീൻസ് അത്രയും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലൊക്കെയാണ് എന്താ ഡെത്ത് ഒക്കെ ഉണ്ടാവുന്നത്. മീൻസ് അത് ഹൈറ്റിലാണെങ്കിലൊക്കെയാണ്
അറ്റത്തുണ്ടാവാൻ ചാൻസസ് കൂടുന്നത് അല്ലെ. നമുക്ക് സാധാരണ പറയുകയാണെങ്കിൽ ചെറിയ മീൻസ് കട്ട്സ് ഉണ്ടാവാം, കട്ട് ഇഞ്ചുറി, ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവാം, ഫ്രാക്ചർ ഉണ്ടാവാം, ബ്രൂയിസസ്, ചതവുകൾ ഉണ്ടാവാം. ചതവ് അറിയാലോ, ബ്രൂയിസസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ബ്രൂയിസസ് ആൻഡ് ഹെഡ് ഇഞ്ചുറി അല്ലെ, ഇതൊക്കെ ആണ് ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഞാൻ ഓരോ ഇഞ്ചുറി എടുത്തെടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ എടുത്ത് പറഞ്ഞാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് ഒരു ഹസാർഡിൽ നിന്ന് എന്ത് ഇഞ്ചുറിയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഇഞ്ചുറി എടുത്ത് എഴുതണം. ഓക്കെ, ഇനിയിപ്പോ ഒരു മെഷീനിൽ നിന്നുണ്ടാവുന്ന ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ അതിനെ ആംപ്യൂട്ടേഷൻ എന്നാണ് പറയാ. കട്ട് ചെയ്ത് പോവാ ഒരു ബോഡി പാർട്ട്, വിരലോ അല്ലെങ്കിൽ ഫിംഗേഴ്സ്, ഹാൻഡോ, ബോഡി പാർട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ് നമ്മൾ ആംപ്യൂട്ടേഷൻ എന്ന് പറയാം. അപ്പൊ അത് അവിടെ ആംപ്യൂട്ടേഷൻ പറയണം. ഓക്കെ, അപ്പൊ ഓരോ ഇഞ്ചുറിക്ക് ഓരോ പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ഹെഡ് ഇഞ്ചുറി പറയേണ്ടി വരും, സ്പൈനൽ ഇഞ്ചുറി, നെർവ് ഇഞ്ചുറി അല്ലെ, ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ ഹസാർഡ് അനുസരിച്ചിട്ടാണ് അതിന്റെ കോൺസിക്വൻസ് പറയേണ്ടത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? ഹലോ ഹലോ, ഡൗട്ട് ഉണ്ടോ? അപ്പൊ അത്രയേ ഉള്ളൂ അതിന്റെ കോൺസിക്വൻസ്. അപ്പൊ നമുക്ക് റിസ്ക് അസസ്മെന്റ് ടേബിളിൽ ഓരോ കോളംസ് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് കോളം ഹസാർഡ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് സെക്കൻഡ് കോളത്തിൽ നമുക്ക് കോൺസിക്വൻസ് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളതും പറഞ്ഞു. ഓക്കെ, വർക്കേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങളാണ് ആ വർക്ക് പ്ലേസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ്, കൺട്രോൾ മെഷേഴ്സ് ആണ്. സോ മീൻസ് വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ക്യാൻ ബി യൂസ്ഡ് അല്ലെങ്കിൽ ക്യാൻ ബി അപ്ലൈഡ് അറ്റ് ദ വർക്ക് പ്ലേസ്. എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ സ്ലിപ്പ് ട്രിപ്പ് ഹസാർഡ്സ് ഉണ്ടാവാതിരിക്കാൻ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യം വേണ്ടത് എന്താണ്? ഹലോ, ആദ്യം ആ വർക്ക് പ്ലേസിൽ എന്താണ് വേണ്ടത്? ഹൗസ് കീപ്പിംഗ്. യെസ് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഹൗസ് കീപ്പ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ക്ലീൻ ദ ഏരിയ. അവിടെ ഒരു പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് റെജീം അവിടെ ഉണ്ടാവണം, ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസ് അവിടെ ഉണ്ടാവണം, സഫിഷ്യന്റ് നമ്പർ ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അവിടെ ഉണ്ടായിരിക്കണം. ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ഏതെങ്കിലും ഒരു സമയത്ത് ഹൗസ് കീപ്പ് ചെയ്താൽ മതി അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്യാനും എല്ലാം കറക്റ്റ് സ്റ്റോർ ചെയ്യാനും സ്റ്റാക്ക് ചെയ്യാനും എല്ലാം കറക്റ്റ് ഓർഡറിൽ വെക്കാനും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവണം. ഈ ഹൗസ് കീപ്പിംഗ് വെറുതെ നമുക്കൊരു സ്റ്റാഫിനെ വെച്ചാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഹൗസ് കീപ്പിംഗ് ഇൻസ്പെക്ട് ചെയ്യണം. സേഫ്റ്റി ഓഫീസറിന്റെയും കൂടി ഡ്യൂട്ടിയാണ്. ഓക്കെ, നമ്മൾ ഓരോ ഏരിയയിലും ഹൗസ് കീപ്പിംഗ് ഓക്കെ ആണോന്ന് ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, എവിടെയെങ്കിലും ഇതുപോലെ സ്ലിപ്പറി കണ്ടീഷൻസ് ഉണ്ടോ, ട്രിപ്പ് ഹസാർഡ്സ് ഉണ്ടോ, വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മളും കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഹൗസ് കീപ്പിംഗ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആൻഡ് ഇൻസ്പെക്റ്റഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഹൗസ് കീപ്പിംഗ് കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് നമുക്ക് മെയിൻലി പറയാം. പിന്നെ നമുക്ക് പറയാവുന്നത്, പെട്ടെന്ന് അവിടെ ഒരു സ്ലിപ്പ് ഹസാർഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്നത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഫിക്സ് എ സൈൻ ബോർഡ്. നമ്മളിപ്പോ ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ തന്നെ അവിടെ സ്ലിപ്പ് ഹസാർഡിന്റെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടാവും, കോഷൻ യെല്ലോ വാർണിംഗ് സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. സോ അവിടെ ഒരു സ്ലിപ്പ് ഹസാർഡ് കോഷൻ സൈൻ ബോർഡ് ഷുഡ് ബി ഫിക്സ്ഡ് നിയർ ദ സ്ലിപ്പ് ഹസാർഡ് അല്ലെ, അല്ലെങ്കിൽ അറൌണ്ട് ദ സ്ലിപ്പ് ഹസാർഡ്. അതിന് ചുറ്റും നമ്മൾ ബാരിക്കേഡ് ചെയ്തിട്ട് എന്താ അവിടെ ഈ സൈൻ ബോർഡ് വെക്കാം. പിന്നെ എന്താ ചെയ്യാം? പിന്നെ നമുക്ക് എന്താ പിന്നെ വേറെന്താ ഓപ്ഷൻ ഉള്ളത്? ഹൗസ് കീപ്പിംഗ് അപ്പൊ തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്കിപ്പോ ക്ലീനിങ് ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെ ബാരിക്കേഷൻ വിത്ത് സൈൻ ബോർഡ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോ റെയിനി സീസൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലീനിങ് ഓപ്പറേഷൻ കൊണ്ടൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു ഡ്രെയിനേജ് സിസ്റ്റം, ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ഡ്രെയിനേജ് സിസ്റ്റം ക്യാൻ ബി പ്രൊവൈഡഡ് എന്ന് പറയാം അല്ലെ. ഇനിയിപ്പോ ലീക്ക് ആയിരിക്കും, ചിലപ്പോൾ പൈപ്പ് ലൈൻ ലീക്ക് ചെയ്യുന്നതാവാം, ചിലപ്പോ ഇങ്ങനെ ഏതെങ്കിലും മെഷീനിൽ നിന്ന് ലീക്ക് ചെയ്യുന്നതാവാം, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഈ ലീക്കിങ് വരുന്നത് എന്തുകൊണ്ടാണ്? മെയിന്റനൻസും ഇൻസ്പെക്ഷനും ഇല്ലാത്തതുകൊണ്ടാണ്. മെഷീൻസിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പ് ലൈൻസിൽ നിന്നോ ലീക്ക് വരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെയുള്ള ലിക്വിഡ്സ് ഒക്കെ ലീക്ക് ആവുന്നത് എന്തുകൊണ്ടാ? പ്രോപ്പർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലെ, അതൊന്ന് ചെക്ക് ചെയ്യുന്നത് പോലും ഇല്ല, റിപ്പയർ ചെയ്യുന്നത് പോലും ഇല്ല. എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വർക്ക് പ്ലേസ് അവിടെ മീൻസ് ഒരു സോൾവെന്റ് ലീക്ക് ആവുന്നുണ്ട്, പൈപ്പ് ലൈനിൽ നിന്ന് സോൾവെന്റ് ലീക്ക് ആവുന്നുണ്ട്. അപ്പൊ ഒരാള് അതിലൂടെ നടന്നു പോകുമ്പോൾ തെന്നി വീഴുന്നു, അയാൾക്ക് ഇഞ്ചുറി പറ്റി. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് മാത്രം ആ ഹസാർഡ് കൺട്രോൾഡ് ആവോ? ഇല്ല. എന്താ? നമ്മൾ അതിന്റെ റൂട്ട് കോസ് നോക്കണം അല്ലെ. അതായത് അതിന്റെ ഇമ്മീഡിയറ്റ് കോസ്, അതിന്റെ മീൻസ് ആ ഹസാർഡ് നമ്മളിപ്പോ ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നാളെ വീണ്ടും അത് ലീക്ക് ആവില്ലേ? മനസ്സിലായോ? ഈ ലീക്ക് എന്ന് പറയുമ്പോൾ അവിടെ മെയിന്റനൻസ് റിപ്പയർ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്
അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആ ഹൗസ് കീപ്പിംഗ് കൊടുക്കണം, അതെന്തായാലും കൊടുക്കണം. അത് കൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രോപ്പർ ഇൻസ്പെക്ഷനും, അവിടെ എന്താണ് ഫോൾട്ട് പറ്റിയത്, ഓക്കെ, അവിടെ എന്താണ് ലീക്ക് വന്നത്, ഫ്ലാഞ്ച് ലീക്ക് ആണോ, അല്ലെങ്കിൽ അവിടുത്തെ പൈപ്പ് ലൈനിന്റെ എന്തെങ്കിലും ലീക്ക് ആണോ, ഡാമേജ് ആണോ, എന്താണെന്നുള്ളത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് അത് മെയിൻ്റനൻസ് പ്രോപ്പർ റിപ്പയറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള ആക്സിഡന്റ് കൂടി അവിടെ സംഭവിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സ്റ്റാഫിന് ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. പിന്നെ സ്ലിപ്പറി കണ്ടീഷൻസ് ഉള്ള, ഭയങ്കരമായിട്ട് സ്ലിപ്പറി കണ്ടീഷൻസ് ഉള്ള ഏരിയാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ലിപ്പ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷൂസ് കൊടുക്കാം. സേഫ്റ്റി ഷൂസ് അല്ലെങ്കിൽ സ്ലിപ്പ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷൂസ് കൊടുക്കാന്ന് പറയും, ആസ് എ PPE. ഓക്കെ, അപ്പൊ സ്ലിപ്പ് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ലിപ്പ് റെസിസ്റ്റന്റ് ഷൂസ് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഹലോ, പിന്നെ നമുക്ക് എന്താ ചെയ്യാം? ഓക്കെ, അപ്പൊ ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും ഒരു ഇമ്പോർട്ടന്റ് കൺട്രോൾ മെഷർ ആണ്. സൈൻ ബോർഡ് വാരിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് കൺട്രോൾ മെഷർ ആണ്. അല്ലെ? ഇൻസ്പെക്ഷൻ, മെയിൻ്റനൻസ് പറഞ്ഞു, ഹൗസ് കീപ്പിംഗ്, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്, സ്റ്റാഫിന് എല്ലാത്തിനും ഇതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാവാൻ ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ടൂൾ ബോക്സ്, സ്റ്റോക്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്റ്റാഫിന് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ട്രിപ്പ് ഹസാർഡ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് തട്ടി വീഴുന്ന പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വഴിയിൽ കിടക്കുന്നത്, ഫ്ലോറിൽ കിടക്കുന്നതൊക്കെ തടയാൻ വേണ്ടി കേബിൾ ഒക്കെ ഇങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രോപ്പർ Cable management. പൊസിഷനിങ് ഓഫ് ദ കേബിൾ. യെസ്, കേബിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദി കേബിൾ. അല്ലെ? കേബിൾ കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യാന്ന് പറയും. നമുക്ക് കേബിൾ മാറ്റ് അല്ലെങ്കിൽ മീൻസ് കേബിൾ റാമ്പ് കൊടുക്കാൻ പറ്റും. മീൻസ് അതിന്റെ ഒരു റാമ്പ് പോലെ, ഇപ്പൊ വെഹിക്കിൾ പോകുന്നുണ്ട്, ആളുകൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റാമ്പ് കിട്ടും. ഓക്കെ, കേബിൾ അതിന്റെ താഴെ ഉണ്ടാവും. അപ്പൊ എന്താ, വെഹിക്കിൾ അതിന്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ, ആളുകൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ കേബിളും ടച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുപോലെ കേബിൾ റാമ്പ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ട്രേ സിസ്റ്റം ഇല്ലേ, ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓവർ ഹെഡ് കേബിൾസ് ആയിട്ട് ഈ ട്രേയിലൂടെ ആയിരിക്കും കേബിൾസ് എന്താ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കേബിൾസ് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓവർ ഹെഡ് ആയിട്ട് കേബിൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ട്രിപ്പ് ഹസാർഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോപ്പർ കേബിൾ മാനേജ്മെന്റ് യൂസിങ് കേബിൾ റാമ്പ് അല്ലെങ്കിൽ ഓവർ ഹെഡ് കേബിൾസ് ഓർ ട്രേ സിസ്റ്റം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഒരു കൺട്രോൾ മെഷർ കൊടുക്കാതെ എപ്പോഴും കൺട്രോൾ മെഷർ കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്പെസിഫിക് ആയിട്ട് പറയണം. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കേബിൾ റാം, പ്രൊവൈഡ് കേബിൾ റാം ഓൺ ദി ഫ്ലോർ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൊജക്ടിന് അത്രയും ക്വാളിറ്റി വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ കാണാതെ പഠിച്ച് ഒരു എക്സാം എഴുതുന്ന പോലെ പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ബട്ട് ഡു നോട്ട് കോപ്പി പേസ്റ്റ് എനി കണ്ടന്റ് ഫ്രം ഗൂഗിൾ ഓർ ടെക്സ്റ്റ് ബുക്ക്. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ അക്യൂമുലേറ്റ് ആയി കുന്നുകൂടി കിടക്കുന്നത് കൊണ്ട് നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? വി ക്യാൻ സ്റ്റോർ ദ മെറ്റീരിയൽസ് ഇൻ എ സെപ്പറേറ്റ് ഏരിയ. മീൻസ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ കൊടുക്കാം. അല്ലെ? വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെന്റ് അവിടെ കൊണ്ടുവരാം. ആൻഡ് പ്ലസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വി ക്യാൻ സ്റ്റോർ ദ മെറ്റീരിയൽസ് സെപ്പറേറ്റ്ലി ആൻഡ് സ്റ്റാക്ക് ദ മെറ്റീരിയൽസ്. അല്ലെ? ഇങ്ങനെ സെപ്പറേറ്റ് ഏരിയ, ഓരോ മെറ്റീരിയൽസ് നമുക്ക് ഇങ്ങനെ അടക്കി വെക്കുന്നതിനാണ് സ്റ്റാക്കിംഗ് എന്ന് പറയാം. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ സ്പെഷ്യൽ സ്റ്റോറേജ് ഏരിയാസ്, ഓരോന്നിനും ഓരോ സ്റ്റോറേജ് ഏരിയാസ് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സ്റ്റോറേജും സ്റ്റാക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലാതാവും. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോ ബാക്കി വന്ന കാര്യങ്ങളാവാം. വേസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? വേസ്റ്റ് ഡിസ്പോസൽ കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമ്മളുടെ ഫ്ലോർ കണ്ടീഷൻ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലോർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ എന്ത് പറ്റും? ഈ പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലോറിൽ തന്നെ നടന്നു പോകുമ്പോ തട്ടി വീഴും. അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ്, പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് കൊടുക്കുക. അത് റിപ്പയർ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് പ്രോപ്പർ ഫ്ലോർ ആക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യും. ഇപ്പൊ സ്ലാബ്, നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സ്ലാബിന്റെ മുകളിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലെ ഡ്രൈനേജിന്റെ ടോപ്പിലുള്ള സ്ലാബ് ഒക്കെ ഒരെണ്ണം ഉയർന്നു നിൽക്കുന്നതായിരിക്കും, ഒരെണ്ണം താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ വീഴാൻ പോവാറുണ്ട്. അല്ലെ? ഡ്രൈനേജിലോട്ട് നേരെ വീഴാൻ പോവാറൊക്കെ ഉണ്ട്. അപ്പൊ എന്താ സംഭവം? ഇത് ട്രിപ്പ് ഹസാർഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പ്രോപ്പർ ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്ത് ഈവൻ ഫ്ലോർ, അൺഈവൻ ഫ്ലോർ എന്നാണ് നമ്മൾ ഇതിനെ പറയാം, ഈവൻ ഫ്ലോർ ആക്കുക. അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ കൺട്രോൾ മെഷറിൽ വരുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന് പ്രോപ്പർ ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ് കൊടുക്കുക, ഇൻസ്പെക്ട് ചെയ്യുക, മെയിൻ്റനൻസ് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ്. സ്റ്റോറേജ് കൊടുക്കുക, സ്റ്റോറേജ് ഏരിയാസ് കൊടുക്കാം, സ്റ്റാക്കിംഗ് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെന്റ് കൊടുക്കാം.
ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഒരു കാറ്റഗറിയാണ് ഞാനിപ്പോ പറഞ്ഞു തീർത്തത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഹസാർഡ്സ്, എന്തൊക്കെ ഹസാർഡ് ആണ് സ്ലിപ്പ് ആൻഡ് ട്രിപ്പിൽ വരുന്നത്? സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ ഹെഡിങ് മാത്രമാണ്, കാറ്റഗറി ആണിത്. ഓക്കെ, അതിൽ എന്തൊക്കെ ഹസാർഡ്സ് വരുന്നെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഈ ഹസാർഡ്സ്. ഓക്കെ, നമ്മുടെ ഒബ്സർവേഷൻ ആണ് നമ്മൾ ഹസാർഡ്സ് ആയിട്ട് പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് ആണ്. സ്ലിപ്പ് ആൻഡ് ട്രിപ്പിൽ വരുന്ന ഹസാർഡ്സ്, സ്ലിപ്പിലും ട്രിപ്പിലും വരുന്ന ഹസാർഡ്സ് പഠിച്ചു. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞു, സ്ട്രെയിൻസ് പറഞ്ഞു അല്ലെ, ബ്രൂയിസസ്, ചതവ് അല്ലെ, ബ്രൂയിസസ് വരാം, പിന്നെന്താ ഹെഡ് ഇഞ്ചറി വരാം, ഫ്രാക്ചേഴ്സ് വരാം. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്ന കോൺസിക്വൻസ്. അപ്പൊ രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തേതിൽ കൺട്രോൾ മെഷേഴ്സ് ആണ്. കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് വരുന്ന കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ സ്ലിപ്പിലും പറഞ്ഞു, ട്രിപ്പിലും പറഞ്ഞു കൺട്രോൾ മെഷേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഒരു കാറ്റഗറിയുടെയാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് 21 കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സസ് ആയതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ കാറ്റഗറീസ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹസാർഡ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, മീൻസ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ്. കുറെ കൺട്രോൾ മെഷേഴ്സ് റിപ്പീറ്റഡ് ആവും. അതായത് ട്രെയിനിങ് കൊടുക്കുക, സൈൻ ബോർഡ് വെക്കുക, ബാരിക്കേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഇൻഫർമേഷൻ കൊടുക്കുക, ടൂൾ ബോക്സ് സ്റ്റോക്സ് കൊടുക്കുക, പെർമിറ്റ് കൊടുക്കുക, കുറെ കൺട്രോൾ മെഷേഴ്സ് റിപ്പീറ്റഡ് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ജസ്റ്റ് ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ നൗഫൽ സാറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. അതായത് സ്ലിപ്പ് ആൻഡ് ട്രിപ്പ്, സോറി, ഹൈറാർക്കിയൽ കൺട്രോൾസ് കേട്ടിട്ടുണ്ടോ? ഹൈറാർക്കി ഓഫ് കൺട്രോൾസ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും യെസ് അത് തന്നെ. ഓക്കെ, അതായത് എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾ അല്ലെ, elimination, substitution, engineering control, administrative control and PPE. നമുക്ക് അത് ഒരു ഇക്വേഷൻ പറയാം, ECP എന്ന് പറയാം, ESEAP. ഓക്കെ, SEA എന്ന് പറഞ്ഞാൽ സി, കടൽ ആലോചിച്ചാൽ മതി. ഓക്കെ, എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, PPE. കാണുന്നില്ലേ? ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. അതായത് ഇതെന്ന് പറയുമ്പോൾ ഈ കൺട്രോൾ മെഷറിന്റെ ഓർഡർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് കൺട്രോൾ മെഷേഴ്സ് പല പല ഹൺഡ്രഡ്സ് ഓഫ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് കൺട്രോൾ മെഷേഴ്സ് അവൈലബിൾ ആണ്. അപ്പോ നമ്മൾ ഒരു ഹസാർഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹസാർഡിന് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹസാർഡിനെ റിമൂവ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു സിമെന്റ് മിക്സർ നോയ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സിമെന്റ് മിക്സറിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. ഓക്കെ, ആ റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സിമെന്റ് മിക്സർ ഓഫ് ആക്കി വർക്ക് പ്ലേസിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി മാറ്റുക. മീൻസ് അത് ഉപയോഗിക്കേ വേണ്ട, റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ സിമെന്റ് മിക്സർ ഇല്ലെങ്കിൽ വർക്ക് നടക്കുവോ? ഇല്ലല്ലോ. വർക്ക് നടക്കുവോ? പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഓക്കെ, ഹൈറ്റിൽ ഒരാൾ വർക്ക് ചെയ്യണം, നമ്മൾ പറയാണ്, സേഫ്റ്റിക്കാർ പറയണ, അയാള് വർക്ക് ചെയ്യുന്നത് സേഫ് ആയിട്ടല്ല, അയാൾ എപ്പോ വേണമെങ്കിലും വീഴും, അയാളെ കൊണ്ട് വർക്ക് ചെയ്യിക്കണ്ട എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, അപ്പൊ ഹൈറ്റിൽ വർക്ക് ചെയ്യാണ്ട്, പെയിന്റ് ചെയ്യാണ്ട് നമുക്ക് അവിടെ വർക്ക് നടക്കുവോ? ഇല്ല. സോ ഈ എലിമിനേഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, തിയററ്റിക്കലി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ഒരിക്കലും സേഫ്റ്റി ഓഫീസർ ആയിട്ട് എലിമിനേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫയർ ചെയ്യുള്ളൂ. മനസ്സിലായോ? നമുക്ക് എലിമിനേഷൻ എന്നുള്ള കാര്യം എപ്പോഴും പറയാൻ പറ്റില്ല. ചില സമയത്ത് മാത്രമാണ് നമുക്ക് എലിമിനേഷൻ പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി വെയിറ്റ് കുറെ വർക്കേഴ്സ് എന്താ ലോഡിങ് അൺലോഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്കൊരു ഫോർക്ക് ലിഫ്റ്റർ ഒക്കെ യൂസ് ചെയ്യാം അല്ലെ? അവരെ കൊണ്ട് കഷ്ടപ്പെടുത്താതെ, അത്രയും കൂടുതൽ ലോഡ് ഉണ്ട്, കുറച്ച് ടൈമേ ഉള്ളൂ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർക്ക് ലിഫ്റ്റർ ഒക്കെ യൂസ് ചെയ്യാം. അത് എലിമിനേഷൻ ആണ്. ആ മീൻസ് വർക്കേഴ്സിനെ കൊണ്ട് മാനുവലി ലിഫ്റ്റ് ചെയ്യുന്നതിന് പകരം, മാനുവൽ ഹാൻഡ്ലിങ്ങിന് പകരം നമുക്ക് ലോഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് ഈ ഫോർക്ക് ലിഫ്റ്ററൊക്കെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ട്രോളിയോ അങ്ങനെയുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വർക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ അതും എലിമിനേഷൻ ആണ്. അപ്പൊ അതേപോലെ ചില പരിപാടിക്ക് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? എലിമിനേഷൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. കൺട്രോൾ നമ്മൾ സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താണ്? ഹൈറാർക്കി ഓഫ് കൺട്രോളിൽ എന്തൊക്കെയാണ് ഓർഡർ, കൺട്രോൾ മെഷറിന്റെ ഓർഡർ ആണ് ഞാൻ പറയുന്നത്.
നമ്മൾ കൺട്രോൾ മെഷർ നിങ്ങളുടെ പ്രൊജക്റ്റിൽ കൊടുക്കുമ്പോൾ ഈ ഓർഡറിലാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഹലോ, മാം. ഓക്കെ. അപ്പൊ എലിമിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ജസ്റ്റ് റിമൂവ് ദ ഹസാർഡ്. ഓക്കെ. അപ്പൊ ഒരു വർക്ക് പ്ലേസിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ. ഒരു മീൻസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ റിമൂവ് ദാറ്റ് ഹസാർഡ്. ഓക്കെ, ജസ്റ്റ് ഫിസിക്കലി റിമൂവ് ഇറ്റ്. ഓക്കെ, സിമെന്റ് മിക്സർ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കളയാം. പക്ഷെ നടക്കണ കാര്യമാണോ? അല്ല. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷെ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഏതാണ്? ഹസാർഡ് പോയാൽ റിസ്ക് ഉണ്ടോ? റിസ്ക് പോയാൽ ആക്സിഡന്റ് ഉണ്ടോ? ഒരു പ്രശ്നമില്ല. സേഫ് അല്ലേ? റിസ്ക് പോയാൽ സേഫ് അല്ലേ അവിടെ? അല്ലേ? പക്ഷെ നമുക്ക് വർക്ക് നടക്കില്ല. അപ്പൊ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ബിസിനസ് റൺ ആവില്ല, വർക്ക് നടക്കില്ല. ഓക്കെ, അതാണ് എലിമിനേഷന്റെ പ്രശ്നം. അപ്പൊ നമുക്ക് എല്ലാ സമയത്തും എലിമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എലിമിനേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ജസ്റ്റ് റിമൂവ് ദ ഹസാർഡ് ഫ്രം ദ വർക്ക് പ്ലേസ്. റിമൂവ് ഇറ്റ്. ഹസാർഡേ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തതാണ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ആണ് എലിമിനേഷൻ. രണ്ടാമത്തെ എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാലോ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ മാത്സിൽ കുറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ചിട്ടില്ലേ? എക്സിന് പകരം വൈ അല്ലെ? എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? റീപ്ലേസ് ദ ഹസാർഡ് അല്ലെ? എന്താണ്? റീപ്ലേസിംഗ് ദ ഹസാർഡ്. ഹസാർഡിനെ നമ്മളൊന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. റീപ്ലേസ് എന്ന് പറയുമ്പോ ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഫയറിന് ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് മീൻസ് ഫയർ ഉണ്ടാവുന്ന ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളതാണ് പെട്രോൾ. ഓക്കെ, അപ്പൊ അതിന് പകരം അതിനേക്കാൾ റിസ്ക് കുറഞ്ഞത് എന്താണ്? ഡീസലാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? ഡീസൽ വിത്ത് എന്താണ്? ഡീസൽ അഗൈൻസ്റ്റ് പെട്രോൾ എന്ന് പറയാം. പെട്രോളിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡീസൽ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഭയങ്കര ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വർക്കർ. ഭയങ്കര കെമിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലോർ തിന്നറോ ഡിറ്റർജന്റോ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് അവിടെ ഗ്ലൗസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് കൈ ഭയങ്കരമായിട്ട് ഡെർമറ്റൈറ്റിസ് വന്നു തുടങ്ങി. സ്കിൻ ഡെർമറ്റൈറ്റിസ് വന്നു തുടങ്ങി. ഓക്കെ, സ്കിൻ ഡിസീസ് വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ ക്ലീനറിന് പകരം, ക്ലീനിങ് ഡിറ്റർജന്റിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ക്ലീനർ കൊടുക്കാം. മനസ്സിലായോ? ക്ലീനിങ് ഡിറ്റർജന്റ് കൊടുക്കാം അല്ലെ? അപ്പൊ അതിന് പകരം അതിനേക്കാൾ റിസ്ക് കുറഞ്ഞൊരു സാധനം വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. അപ്പോഴും ഹസാർഡ് പോയില്ലേ? അല്ലെ? ആ നേരത്തെ ഉണ്ടായിരുന്ന ഹസാർഡിന്റെ പ്രശ്നം മാറി അല്ലെ? അതുകൊണ്ടാണ് അതിന് 2ാം സ്ഥാനം കൊടുത്തത്. ഹസാർഡ് ഫുള്ള് പോയില്ല, അതിന് പകരം വേറൊരെണ്ണം വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് 2ാം സ്ഥാനം സബ്സ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെ ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അമല് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി മാം. ഓക്കെ, അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമുക്ക് പല പല എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും എന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ്. ശരിക്കും ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടതും. ഓക്കെ, എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എല്ലാ സ്ഥലത്തും പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എഞ്ചിനീയറിംഗ് കൺട്രോൾ. നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 3 കൺട്രോൾസ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, PPE ആയിരിക്കും. അപ്പൊ 3ാം സ്ഥാനത്ത് കിടക്കുന്ന കൺട്രോളാണ് എന്താണ്? എഞ്ചിനീയറിംഗ് കൺട്രോൾ. എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തോ കാര്യമാണ്. മനസ്സിലായോ? ഇപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഞാനിപ്പോ വർക്ക് പ്ലേസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പെഡസ്റ്റൽ ഫാൻ എടുക്കാം. ഓക്കെ, പെഡസ്റ്റൽ ഫാനില് എന്താണ്? ആ ലീഫിന് ചുറ്റും ഒരു കവറിങ് ഇല്ലേ? ഇല്ലേ? നമ്മുടെ വീട്ടിലുള്ള ഫാൻ ഇല്ലേ? പെഡസ്റ്റൽ ഫാൻ. ഓക്കെ, ആ ലീഫിന് ചുറ്റും കവറിങ് ഇല്ലേ? എന്തുകൊണ്ടാ ആ ലീഫിന് ചുറ്റും കവറിങ് ഉള്ളത്? എന്തുകൊണ്ടാ? നമ്മുടെ ഹെയറോ ക്ലോത്തിങ്ങോ ആ ഫാന്റെ അടുത്ത് ഈ മീൻസ് അതിന് കവറിങ് ഇല്ലെങ്കിൽ, ആ ഗാർഡ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് മൊത്തം പിടിച്ച്, അല്ലെങ്കിൽ കുട്ടികളുടെ കൈയോ അതിനിടയിൽ മീൻസ് കറങ്ങിപ്പോവില്ലേ? മീൻസ് കട്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ ഡ്രോയിങ്ങിൽ സംഭവിക്കാം ഇല്ലേ? ഇതൊക്കെ സംഭവിക്കില്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു ഗാർഡ് ഫിക്സ് ചെയ്യാം. ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവിങ് പാർട്സ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള മെഷീൻസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫിക്സ് എ ഗാർഡ് അറൌണ്ട് ദ മൂവിങ് പാർട്സ് ഓർ ഷാർപ്പ് എഡ്ജസ് ഓഫ് എൻ എക്യുപ്മെന്റ് ഓർ മെഷീനറി. ഓക്കെ, അപ്പൊ മെഷീനറിക്ക് ചുറ്റും അല്ലെങ്കിൽ എക്യുപ്മെന്റിന് ചുറ്റും നമുക്കൊരു ഗാർഡ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഈ എഞ്ചിനീയറിംഗ് കൺട്രോളിൽ വരാം. ഇത് ഒരു എഞ്ചിനീയറിംഗ് കൺട്രോളാണ്.
അതേപോലെ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഫിക്സ് ചെയ്യുന്നത് അതൊരു എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ്. ഒരൊറ്റ സ്വിച്ചിൽ ഫുൾ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഓപ്പറേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് എ സിംഗിൾ സ്വിച്ച് അല്ലെ, എമർജൻസി സ്റ്റോപ്പ് കൺട്രോൾ യൂസ് ചെയ്ത് എല്ലാ ഓപ്പറേഷനും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ നമ്മള് സൈലൻസർ നിങ്ങൾക്ക് അറിയാലോ വണ്ടിയിലൊക്കെ ഉള്ളതാണ് അല്ലെ. നോയ്സിനെ കുറയ്ക്കാൻ വേണ്ടി മീൻസ് നോയ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് എ സൈലൻസർ അല്ലെ. അത് നമുക്ക് പറയാലോ. അപ്പൊ ഇതൊക്കെ എന്താണ്, ടെക്നിക്കൽ കൺട്രോൾസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി വൈബ്രേഷൻ ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിന് വൈബ്രേറ്ററി ടൂൾസിന് ചുറ്റും നമ്മൾ എന്ത് കൊടുക്കും, ഒരു ആന്റി വൈബ്രേറ്ററി മൗണ്ടിങ് കൊടുക്കും. ഓക്കെ, ഒരു മീൻസ് ഒരു കവറിങ് കൊടുക്കും. അപ്പോൾ ആ ഏരിയയിൽ മീൻസ് ആ ഒരു പോർഷനിൽ വൈബ്രേഷൻ വർക്കേഴ്സിന് എക്സ്പോസ്ഡ് ആവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക, അതിനെ കവർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയാം. അതായത് വർക്കേഴ്സ് ഹസാർഡിനെ കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അതിനെന്ത് ചെയ്യാം, ഡിവൈസസ് ഫിക്സ് ചെയ്യുന്നത്, ഗാർഡ് ഫിക്സ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്, ടോട്ടലി കവർ ചെയ്യുന്നത്, ഇതെല്ലാം എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. Yes. അപ്പൊ ഈ ഗാർഡ് ഫിക്സ് ചെയ്യുന്നത്, ഒരു ഷാർപ്പ് എഡ്ജ് ഉള്ള ഒരു മൂവിംഗ് പാർട്ട്, ഒരു കട്ടിംഗ് ബ്ലേഡിന് ചുറ്റും എന്താ ഒരു ഫുൾ ഗാർഡ് ഉള്ളത് എന്തുകൊണ്ടാ, ആ ഗാർഡ് ഒരിക്കലും എന്താണ് വർക്കേഴ്സിനെ ആ മൂവിംഗ് പാർട്സിന്റെ അടുത്തോട്ട് എത്തിക്കില്ല. ഒരിക്കലും നമുക്ക് മൂവിംഗ് പാർട്സിൽ കോണ്ടാക്ട് വരുത്താൻ പറ്റില്ല ഈ ഗാർഡ് ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഡസ്റ്റ് ഉള്ള ഏരിയ ആണ്. ആ ഡസ്റ്റ് ഉള്ള ഏരിയയിൽ നമ്മൾ വെന്റിലേഷൻ, ഒരു ബ്ലോവറോ അല്ലെങ്കിൽ ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ എന്ന് പറയും, ആ വരുന്ന ഡസ്റ്റിനെ അപ്പൊ തന്നെ വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതും ഒരു ടെക്നിക്കൽ കൺട്രോൾ ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ആ. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ആണ്. എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ? ഹലോ, ടെക്നിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് ടോട്ടലി കവർ ചെയ്യുന്നത് പറയാം, പാർഷ്യൽ എൻക്ലോഷർ പറയാം, അല്ലെങ്കിൽ സെപ്പറേഷൻ പറയാം, ഫിക്സിംഗ് സേഫ്റ്റി ഡിവൈസസ് ലൈക്ക് ഗാർഡ്, എമർജൻസി സ്റ്റോപ്പ് കൺട്രോൾ, ടു ഹാൻഡ് കൺട്രോൾ, അങ്ങനെയുള്ള കൺട്രോൾസ് എല്ലാം ഫിക്സ് ചെയ്യുന്നത് അല്ലെ, ഡിവൈസസ് ഫിക്സ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഈ എഞ്ചിനീയറിംഗ് കൺട്രോളിലാണ് വരിക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഹലോ, Yes, ma'am. Yes, ma'am. Clear ആയി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ എഞ്ചിനീയറിംഗ് കൺട്രോൾ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ ഉണ്ടാവുക ഈ എഞ്ചിനീയറിംഗ് കൺട്രോൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് കൂടുതൽ നോക്കി വെക്കുക. പിന്നെ അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. അതായത് ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ വർക്കേഴ്സിന്റെ ബിഹേവിയർ റെഡിയാക്കാൻ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്. നമ്മൾ എന്തൊക്കെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ വർക്ക് പ്ലേസിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തുണ്ടാവാം, ആ വർക്ക് പ്ലേസിൽ വർക്കേഴ്സിന്റെ ബിഹേവിയർ കറക്റ്റ് അല്ലെങ്കിൽ അവർ ഷോർട്ട് കട്ട് അടിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ആക്സിഡന്റ് ഉണ്ടാവും അല്ലെ. ഇപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു നെബോർഡ് സിനാരിയോയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു സ്റ്റോറിയിൽ, ആ സ്റ്റോറിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു മെഷീൻ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ ആ മെഷീൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി സ്റ്റോപ്പ് കൺട്രോൾ അവർ വെറുതെ യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? സേഫ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു എന്താ ഡിവൈസ് ആണ്, പക്ഷെ അത് അവര് മീൻസ് ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വർക്കേഴ്സ് പല രീതിയിൽ വർക്ക് പെട്ടെന്ന് തീർക്കാൻ, അല്ലെങ്കിൽ മീൻസ് അവർക്ക് അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ വർക്കേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്. അത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കൺട്രോൾസ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ടു പ്രിവെന്റ് അല്ലെങ്കിൽ ടു കൺട്രോൾ ദ വർക്കേഴ്സ് ബിഹേവിയർ, വർക്കേഴ്സിന്റെ ബിഹേവിയർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്നത്. അതായത് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, വർക്കേഴ്സിന് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുക. ആൻഡ് പ്രൊവൈഡിങ് ഇൻസ്ട്രക്ഷൻ, വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പ്രൊവൈഡ് ട്രെയിനിങ്, വർക്കേഴ്സിന് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഏതാണോ മീൻസ് ഏത് കാര്യത്തിലാണോ, ടാസ്ക് ബേസ്ഡ് ആണോ, സേഫ്റ്റി ബേസ്ഡ് ആണോ, മീൻസ് ഏതിലാണോ വരുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് വർക്കേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സൂപ്പർവിഷൻ. എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സൂപ്പർവിഷൻ?
മേൽനോട്ടം അല്ലെ, വർക്കേഴ്സിന് പ്രോപ്പർ വർക്കേഴ്സിന്റെ വർക്ക് മോണിറ്റർ ചെയ്യുക. അതിൽ മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് കൊടുക്കുക. ഓക്കെ, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ. വർക്കേഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മീൻസ് മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്ത് അതിന് ഗൈഡൻസ് കൊടുക്കുക. അത് വർക്ക് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സൂപ്പർവിഷൻ എന്ന് പറയാം. സൂപ്പർവിഷൻ, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്, സൂപ്പർവിഷൻ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാം സേഫ് വർക്കിംഗ് മെത്തേഡ്. അതായത് വർക്കേഴ്സിന് തോന്നിയതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആക്സിഡൻസ് ഉണ്ടാവാം. ഷോർട്ട് കട്ട് അടിക്കുമ്പോൾ അങ്ങനെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ടാക്കി കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യും അല്ലെ. അപ്പൊ സേഫ്റ്റി മാനേജ്മെന്റ് എന്താ ചെയ്യുക, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതായത് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദർ ഇസ് എ സേഫ് മെത്തേഡ് ഓഫ് വർക്കിംഗ് അല്ലെ ഫോർ ദ ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്, തേർഡ് സ്റ്റെപ്പ് ഇതാണ്, ഫോർത്ത് സ്റ്റെപ്പ് ഇതാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു സേഫ് വർക്കിംഗ് മെത്തേഡ് റിട്ടൺ ആയിട്ടും വെർബലായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒരു റിട്ടൺ ആയിട്ട് അതിന് ഇൻസ്ട്രക്ഷൻസ് SSW എന്നാണ് നമ്മൾ സേഫ്റ്റിയിൽ പറയാ. SSW ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ വെൽഡിങ് ചെയ്യുന്ന ആൾക്ക് വെൽഡിങ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, തേർഡ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഒരു SSW ഉണ്ടാക്കി കൊടുത്താൽ ആ വർക്കർ ആ SSW ഫോളോ ചെയ്ത് അവിടെ ആക്സിഡന്റ് ഉണ്ടാവില്ല. കാരണം അതിലെല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. PP ഉപയോഗിക്കണം, അവിടെ പ്രോപ്പറായി ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാവണം, അവിടെ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം, ഫയർ ബ്ലാങ്കറ്റ് ഉണ്ടാവണം, ഫയർ വാച്ചർ ഉണ്ടാവണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി? പെർമിറ്റ് ഉണ്ടാവണം. ഇതെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും SSW ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഈ SSW നമ്മൾ എന്ത് ചെയ്യണം, വർക്കേഴ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ SSW കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ബിഹേവിയർ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതാണ് പെർമിറ്റ്. പെർമിറ്റ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാ വർക്കിനും, സാധാരണ വർക്കിനൊന്നും പെർമിറ്റ് വേണ്ട. ഹൈ റിസ്ക് ഉള്ള വർക്ക്, ഞാൻ നേരത്തെ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരാൾ ഹൈറ്റിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു, ഹൈ റിസ്ക് വർക്കായിരുന്നു. അയാൾ നൈറ്റ് ടൈമിൽ ഈ പെർമിറ്റ് ഒന്നും എടുക്കാതെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് വന്ന് അയാൾ മരിച്ചുപോയത്. മനസ്സിലായോ? അപ്പോ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നതുകൊണ്ട് എന്താ, പെർമിറ്റ് ഒന്നും എടുക്കാതെ, പ്രോപ്പർ പ്രിക്കോഷൻസ് ഇല്ലാതെ, PPE ഇല്ലാതെ, എഡ്ജ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അയാൾ ഹൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് അയാൾ വീണ് മരിച്ചത്. മനസ്സിലായോ? ശരിക്കും ഉണ്ടായ ഈ ഒരു 3-4 മന്ത്സിന് മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് വർക്ക് പ്ലേസിൽ. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞ ഈ കൺട്രോൾ മെഷർ ഒക്കെ അവിടെ കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് ഉണ്ടായത്. അപ്പൊ പെർമിറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ആണ്. ഹൈ റിസ്കിലുള്ള വർക്ക്, അതായത് ഹൈറ്റിലുള്ള വർക്ക്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എക്സ്കവേഷനിലുള്ള വർക്ക്, കൺഫൈൻ സ്പേസിലുള്ള വർക്ക്, മെഷീനറിയിലുള്ള വർക്ക്, അങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള ഹൈ റിസ്കിലുള്ള വർക്ക് ചെയ്യുമ്പോൾ പെർമിറ്റ് കൊടുക്കണം എന്നുണ്ട്. പെർമിറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. അതിനെ നമ്മൾ പെർമിറ്റ് വർക്ക് പ്രൊസീജിയർ എന്നാണ് പറയാം. PTW, SSW ഉണ്ട്, PTW ഉണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇത് നമ്മൾ IG1 പഠിക്കുന്ന ടോപ്പിക് ആണിത്. ഇതിന്റെ തിയറി നിങ്ങൾ IG1 ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, SSW ആൻഡ് PTW. ക്ലിയർ ആണോ? ഹലോ, യെസ് മാം. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുക. ഞാനിപ്പോ ഇത് നിർത്തി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. SSW ആൻഡ് PTW. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു? സൂപ്പർവിഷൻ, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ് അല്ലെ. പിന്നെ നമ്മൾ SSW പറഞ്ഞു, PTW പറഞ്ഞു അല്ലെ. പിന്നെ സൈൻ ബോർഡും പറയാം. ഓക്കെ, അതും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. വർക്ക് പ്ലേസിൽ സൈൻ ബോർഡ് ഫിക്സ് ചെയ്യുന്നത്, ഓരോരോ വർക്കേഴ്സ് അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ബോർഡ്സ് ഫിക്സ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. ഓക്കെ, പല പല പ്രൊസീജിയേഴ്സ് നമ്മൾ വർക്ക് പ്ലേസിൽ കൊടുക്കുന്നതും എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ്, ഓരോ ഹസാർഡ് വരുമ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. സോ വർക്കേഴ്സിന്റെ ബിഹേവിയർ റെഡിയാക്കുക, അവർ ചെയ്യുന്ന രീതി മാറ്റുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് കൊടുക്കുന്നത്. ഓക്കെ, അവരുടെ ബിഹേവിയർ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് കൊടുക്കുക. ഓക്കെ, സോ എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആൻഡ് PPE. അടുത്തത് ലാസ്റ്റ് വൺ ആണ് PPE.
എന്തുകൊണ്ടാണ് നമ്മൾ PPE ലാസ്റ്റ് പൊസിഷൻ കൊടുത്തത്? PPE ഏറ്റവും അറ്റത്തായിട്ട് കൊടുക്കുകയാണ് അല്ലെ? മീൻസ് ട്രയാങ്കിളിന്റെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏറ്റവും എഡ്ജിലാണ് PPE കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് PPE നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാൻ കാരണം? PPE അത്രയും എന്താണ് എഫക്റ്റീവ്നെസ് കുറഞ്ഞ കൺട്രോൾ ആണ്. ഓക്കെ, ആസ് പെർ ദ ഹയറാർക്കി. അതായത് PPE കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ്, മീൻസ് കാര്യമില്ല എന്നല്ല, PPE ഇമ്പോർട്ടന്റ് കൺട്രോൾസ് തന്നെയാണ്. പക്ഷെ അതിന്റെ എഫക്റ്റീവ്നെസ് എന്താണ്? നമുക്ക് അത്രയും ഇറ്റ് ഡസൻ റിമൂവ് ദ ഹസാർഡ്. ആ ഹസാർഡിനെ കൺട്രോൾ ചെയ്യോ അല്ലെങ്കിൽ ഹസാർഡിനെ റിമൂവ് ചെയ്യോ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യോ ഒന്നും PPE ചെയ്യുന്നില്ല. ഇപ്പൊ ഒരാൾ ഭയങ്കരമായിട്ടുള്ള ലൗഡ് നോയ്സ് ഉള്ള ഒരു ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇയർ മഫ് അല്ലെങ്കിൽ ഇയർ പ്ലഗ് തന്നു, നമ്മൾ ചെവിയിൽ വെച്ചു, നമുക്ക് നോയ്സ് ഒന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ നോയ്സ് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ അവിടെ? ആ ഹസാർഡിന് എന്തെങ്കിലും കുറയ്ക്കാൻ ആ വർക്ക് പ്ലേസിൽ പറ്റിയിട്ടുണ്ടോ? ഇറ്റ് ഓൺലി പ്രൊട്ടക്ട് ദ വെയറർ. അത് വെക്കുന്ന ആളെ അല്ലെങ്കിൽ അത് ധരിക്കുന്ന ആളെ മാത്രം അത് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? Yes, ഹലോ, Yes, ma'am. ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ, PPE അത്ര എഫക്റ്റീവ് അല്ല എന്ന് പറയാം. PPE കൺട്രോൾ ചെയ്യില്ല, ബാക്കി എല്ലാ കൺട്രോൾ മെഷർ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നടക്കും. പക്ഷെ PPE എന്ത് ചെയ്യുള്ളൂ? ആ ധരിക്കുന്ന ആളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യും. ഹസാർഡിനെ കൺട്രോൾ ചെയ്യാനല്ലേ ഹയറാർക്കി ഉള്ളത്. പക്ഷെ ഹയറാർക്കിയില് കൺട്രോളിങ് PPE ചെയ്യുന്നില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? clear ആണ്, clear ആണ്. Yes, ma'am. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ PPEs ഏതൊക്കെയാണ് നമ്മൾ മീൻസ് ഓരോ ഹസാർഡ് വരുമ്പോഴും ഓരോ സ്പെസിഫൈഡ് PPEs ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇത് Yes, നിങ്ങൾ ma'am. നോട്ട് ചെയ്യാൻ ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഹയറാർക്കിയുടെ ഈ പിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ കൺട്രോൾ മെഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ കൊടുക്കുക. മീൻസ് ഒരിക്കലും ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹയറാർക്കി ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എലിമിനേഷൻ ഹൈഫൺ എന്നിട്ട് എലിമിനേറ്റ് സെന്റൻസ് എടുത്ത് എഴുതും. അങ്ങനെയല്ല, തിയറി അല്ല നമ്മുടെ പ്രൊജക്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ കൺട്രോൾ മെഷർ കൊടുക്കുമ്പോൾ ഈ ഒരു ഓർഡർ മീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, Yes, ma'am. ഓർഡർ എന്ന് പറയുമ്പോ നമ്മൾ എലിമിനേഷൻ എടുത്ത് എഴുതണ്ട, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് എഴുതണ്ട, എഞ്ചിനീയറിംഗ് കൺട്രോൾ എടുത്ത് എഴുതണ്ട. അതെന്താണോ അത് എടുത്ത് എഴുതിയാൽ മതി. കൺട്രോൾ എന്താണോ അത് എടുത്ത് എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? Clear ആണ്, ma'am. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ ഉള്ളത് എന്താണ്, ഇനി അടുത്ത ഹസാർഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പഠിക്കുക. മീൻസ് ഈ ഹയറാർക്കി ഓഫ് കൺട്രോൾ നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് നല്ലോണം മനസ്സിലാക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? Clear ഓക്കെ, ആണ്. Clear ആണ്, വേറെ clear ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഹലോ, No, ma'am. ഓക്കെ ഓക്കെ. സോ നമുക്കിപ്പോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, സോ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത്, വെൽഫെയർ, എൻവയോൺമെന്റും പിന്നെ നോയ്സ്, വൈബ്രേഷൻ, റേഡിയേഷൻ, ആ ഒരു ടോണിൽ പോവാം. ഓക്കെ, അപ്പൊ ഞാനൊരു വർക്ക് തരാം. അപ്പൊ നമുക്ക് നാളെ നോയ്സ് എടുക്കാം. നോയ്സ്, വൈബ്രേഷൻ, റേഡിയേഷൻ, ഹെൽത്ത്, വെൽഫെയർ, എൻവയോൺമെന്റ്. നാളെ മുതൽ നമ്മൾ എല്ലാ കാറ്റഗറീസും ഡിസ്കസ് ചെയ്യും. ഇന്ന് ഹയറാർക്കി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇത്ര ടൈം ആയത്. അപ്പം നോയ്സിന്റെ എന്തൊക്കെ മെഷീൻസ് ആണ് നോയ്സ് കൂടുതൽ ഉണ്ടാക്കുന്നത്? നോയ്സ് അതായത് ഒരു 85-90 ഡെസിബലിന് എബവ് വരുന്ന നോയ്സ് ആണ് നമ്മുടെ ചെവിക്ക് ഏറ്റവും ഡേഞ്ചറസ്. ഓക്കെ, സോ നോയ്സ് ഉണ്ടാക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണ്, അതിന്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെ കൊടുക്കാം, അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊണ്ട് വരാം. നോയ്സും വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ ഹസാർഡ്സ് ആണ് ഉള്ളത്, എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ടൈപ്പ് ചെയ്ത ChatGPT ടൈപ്പ് ചെയ്താൽ കിട്ടും. പക്ഷെ മീൻസ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് നോക്കുക, ഗൂഗിളിലോ യൂട്യൂബിലോ ജസ്റ്റ് നോക്കിക്കൊണ്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇത് കഴിയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് റിസ്ക് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? Clear ആണ്, ഹലോ, ma'am. Yes, ma'am. ഓക്കെ. സോ നെക്സ്റ്റ് കാറ്റഗറി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. Noise. ഓക്കെ, മേ ബി നാളെ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. ഞാനപ്പോ ക്ലാസ്സിന്റെ ടൈം ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, Okay, ma'am. Thank you so much.
Thank you. ഓക്കെ സോ ക്ലാസ് നാളെ ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഇൻഫോം ചെയ്യും. ഓക്കെ, നാളെ രാവിലെ ഞാൻ ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ മേ ബി നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ Okay, ma'am. Okay, thank you.